ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് എൻ്റെ റോൾസ് റോയ്സ് ഞാൻ എടുത്തൊരു വീഡിയോ ഞാൻ ഇട്ട് കാണും. അപ്പോൾ ഇതിൽ ഇപ്പം നമ്പർ പ്ലേറ്റ് ഞാൻ വെച്ചില്ല, ഒരു ടെമ്പററി നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഏത് നമ്പർ വെക്കണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഒരു ഇന്ത്യയുടെ ഫ്ലാഗ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ എൻ്റെ ഈ വീട് നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ആദ്യത്തെ വീടാണ്. ഇനി ഞാൻ രണ്ടാമതൊരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല പണി. അപ്പോൾ അതെൻ്റെ സെക്കൻഡറി വീടെന്നൊന്നും കണക്കാക്കണ്ട, കാരണം അതിൽ സ്പെഷ്യൽ സംഭവം ഞാൻ ചെയ്തിട്ട് വെറും ഒരു വീടല്ല. അപ്പോൾ ആ വീട് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഈ വീഡിയോ. അതിലെന്തൊക്കെ മാറ്റം വരുത്തണമെന്നും ആ വീടിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ചടുത്തൊക്കെ തന്നെയാണ് ആ വീട്. എന്തായാലും ആ വീട് വയ്ക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ ടാക്സീൻ്റെ സംഭവമൊക്കെ ഇവിടെ വരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇവിടെ കുറേ തിരക്കൊക്കെ ആയി വണ്ടിയൊക്കെ ബ്ലോക്ക് ആകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം വീട് വയ്ക്കുകയാണ്. പിന്നെ സ്പെഷ്യൽ സംഭവമാണ്, അതുകൊണ്ട് ഓട്ടോ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അവിടെ അങ്ങനെ ആൾ താമസം എന്നുള്ള സ്ഥലമൊന്നും അല്ല, പക്ഷേ ഇവിടെ അടുത്ത് തന്നെയാണ്. എനിക്കറിയത്തില്ലായിരുന്നു ആ സ്ഥലം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം തന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോൺ വിളിക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വേറെ അടുത്ത് പോവാമെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോരുത്തൊക്കെ വീട് വയ്ക്കുമ്പോൾ നമുക്ക് ഓരോ സംഭവങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അവിടെ കുറച്ചും കൂടെ ഏരിയ ഉള്ള സ്ഥലമാണ്. ഇപ്പം നമ്മുടെ ഇവിടെ ആകെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ആ വീട്ടിൽ പോകുന്ന വഴിയിൽ 2 ടോൾ കൊടുക്കേണ്ട സ്റ്റേഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. അതാണ് മെയിൻ കുഴപ്പം. പിന്നെ അത്യാവശ്യം റോഡൊക്കെ ബ്ലോക്കാണ്, കണ്ടു. ഇത്രയും തിരക്കാണ് ഈ റോഡ് ഫുൾ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൂടെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഗൈസ് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അടുത്ത ടോളെത്തി ഇവിടെ നിന്ന് ജസ്റ്റ് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ നമ്മുടെ വീടെത്തും. ഒരു റോഡൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്, മണ്ണാണ് ഫുൾ ഇവിടെ. അതുകൊണ്ട് പതുക്കെ പോയില്ലെങ്കിൽ വണ്ടി ഫുള്ള് ചെളിയാവും. അതുകൊണ്ട് പതുക്കെ നമുക്ക് പോവാം. ഞാൻ ഇവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ ഇവിടെ ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം വീടൊക്കെ കാണേ. അവരുടെ ബസ്സാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അവർ കാറിൽ വരുമെന്നൊന്നും പറഞ്ഞില്ല, എനിക്കൊന്ന് ബസ്സിലായിരിക്കും എല്ലാവരും വന്നത്. അപ്പോൾ ഇതാണ് ഗേറ്റ്. നമുക്കിവിടെ വണ്ടി ഒതുക്കാം. ഒരു ഗേറ്റും തുറന്നു ഇട്ടിട്ടില്ല, എല്ലാം അകത്ത് കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ ഗേറ്റ് നമുക്ക് ഓട്ടോമാറ്റിക് ഗേറ്റാക്കി മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇവിടെ ഇറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം. കുറെ ആളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അകത്ത് പോവാൻ. ഒരുപാട് ആളാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇത് കുറഞ്ഞു പോയി. ഞാൻ കുറച്ചു പേരാണ് പക്ഷെ വിളിച്ചത്. സത്യം പറഞ്ഞ ഇവിടെ കൂടെ നമ്മളെങ്ങനെ വണ്ടി കൊണ്ടുപോകും? ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഉള്ളതാണ് ഞാൻ ഇവിടെ ഒരു കാർ പോർച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയ വലിയ കുഷ്ടി, ഏത് കാറാണെങ്കിൽ നമുക്കിവിടെ സുഖമായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോഴാണ് സ്പെഷ്യൽ സംഭവം. ഇതൊക്കെ അതിനാണ് ഇവിടെ കാത്ത് നിൽക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ കാറൊക്കെ ഇവിടെ ഇടാം. പിന്നെ ഇതിന്റെ മുകളിൽ CV കാറുകൾ മാത്രമേ കയറൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ വണ്ടീന്റെ മുകളിൽ കയറ്റി നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാർ പോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതുവരെ വണ്ടി കയറ്റാനായിട്ട് പറ്റത്തുള്ളൂ, ഇവിടെ നമുക്ക് നടന്നു പോകേണ്ടി വരും. നമുക്ക് അകത്തോട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ വർക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരു സിനിമ ഞാൻ ഇവിടെ ഇടുന്നുണ്ട്, ദൃശ്യം 3 വെച്ച് ചെയ്യാൻ വിചാരിക്കുന്നു. അവരൊക്കെ പക്ഷേ ഇത് കാണാൻ വേണ്ടിയാണ് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാണാൻ നിൽക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാണാൻ സമയമില്ല. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഇവിടെ വരാം. നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഇറക്കിയില്ലെങ്കിൽ വണ്ടി അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ 2 മതിലൊക്കെ വെച്ചിരിക്കുന്നത്. അവിടെ പണി തീരാത്തതുകൊണ്ടാണ് ഈ മതിലൊക്കെ സെറ്റ് ചെയ്ത് തീരാത്തത്. കുറച്ച് പാടാണ് ഇവിടെ. അതുകൊണ്ട് വേറെ ആൾക്കാരൊന്നും ഞാൻ ഇവിടെ കയറ്റാൻ സമ്മതിച്ചില്ല. CV ഒന്നും അവരെല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. വണ്ടി ഇപ്പോൾ പോയി സൂക്ഷിച്ചെടുക്കേണ്ടി വരും. ഇവർക്ക് ഫുഡ് കഴിച്ചെന്നാണ് ഞാൻ തോന്നുന്നത്. ഞാൻ ഫുഡ് അറേഞ്ച് ചെയ്തിരുന്നു.
എന്തായാലും നമുക്ക് ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കാം. നമുക്ക് എന്തായാലും ഒരു കാർ പോർച്ചിൻ്റെ അകത്തുനിന്ന് വണ്ടി ഒതുക്കാം. കുറേ കാർ ഒതുക്കാനുള്ള സ്ഥലം ഞാൻ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റിവേഴ്സ് എടുത്ത് ഇടാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ ഇവിടെ തിരക്ക് കൂടി നമുക്ക് ചിലപ്പോൾ ഇവിടെ നിന്ന് പോകാനായിട്ടേ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ടൊക്കെ നിൽക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഈ വീഡിയോ തീർന്നിട്ടില്ല, നിങ്ങളവിടെ നിന്നാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി സംസാരിക്കാമല്ലേ. ഇപ്പം ഗൈസ്, ഞാൻ ഈ വീടിനെ ഒന്ന് ഡ്രോണിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം വലിയ വീടാണ്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കുറച്ചിന് ലൈറ്റിങ് സെറ്റപ്പ് ചെയ്യാനുണ്ട്. വീടൊക്കെ ചെറുതാണ്. ബാക്കിലെ തിയേറ്ററാണ് നല്ല സൈസിൽ വന്നിരിക്കുന്നത്. എല്ലായിടം പോകുമ്പോൾ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നല്ല ഹൈറ്റിലൊക്കെയാണ് ഞാൻ ചെയ്തത് അവിടെ. അങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേറെയും കുറേ സംഭവം ചെയ്യാനുണ്ട്. ഇവിടെ വേറെ അടുത്ത വീടുകളൊന്നും അത്ര ഇല്ല. കുറച്ച് വീടുകൾ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ നമ്മുടെ കാർ പോർച്ച്, നമ്മുടെ വണ്ടിക്കൊരു നല്ല നമ്പർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അടുത്ത എന്ത് വീഡിയോ ചെയ്യണമെന്നും നിങ്ങളിവിടെ ഈ വീട്ടിൽ എന്തൊക്കെ പണി ചെയ്യണം